ഹരഹരോ ഹരഹര. ഈ യാത്ര പളനിക്കാണ്. ഋതുട്ടൻ്റെ തല മൊട്ടയടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഈവനിങ് 5:30 ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 7.5 മണിക്കൂർ യാത്രയുണ്ട് ബാംഗ്ലൂർ ടു പളനി. ഒറ്റ സ്ട്രെച്ചിൽ പോവാതെ സ്റ്റേ ചെയ്തു പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇടയിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു സ്പോട്ട് തപ്പി ഞങ്ങൾ ചെന്നെത്തിയതാ ഇവിടെയാണ്. ഓപ്പൺ എയറിൽ പ്രൊജക്ടറൊക്കെ വെച്ച് നമ്മുടെ തമിഴ്നാട് CMൻ്റെ തുള്ളാത മനവും തുള്ള മൂവിയിലെ പാട്ടൊക്കെ ഇട്ട് ഒരു അടിപൊളി സെറ്റപ്പ്. നല്ല വൈബ് ഉണ്ടായിരുന്നു. ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളും എല്ലാം. ഓപ്പൺ എയർ ആയതുകൊണ്ട് അതിൻ്റെ വൈബ് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ ഫുഡാണെങ്കിലും അടിപൊളിയാണ്. ഏകദേശം ധർമ്മപുരിക്ക് അടുത്താണിത്. നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചതും ആ ഭാഗത്ത് തന്നെയാണ്. ഈ വഴി പോകുന്നവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഹോട്ട് ആൻഡ് ബൈറ്റ് സ്പൈസി എന്നാണ് ഈ കടയുടെ പേര്. നമ്മളതിന് നിയർ ബൈ തന്നെ സ്റ്റേ എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ പളനിക്കുള്ള യാത്ര ആരംഭിച്ചു. വെയിൽ അധികം ആകുന്നതിന് മുന്നേ നമ്മൾ ഇറങ്ങി. നമുക്ക് ഏകദേശം 3.5 മണിക്കൂറൂടെ ഡ്രൈവ് ഉണ്ട് അവിടുന്ന് ധർമ്മപുരിയിൽ നിന്ന് പളനി എത്താൻ വേണ്ടിയിട്ട്. വഴിയിലുടനീളം നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളായിരുന്നു. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയി. നല്ല റോഡാണ്, അതുകൊണ്ട് ഡ്രൈവും നല്ല സൂപ്പറായിരുന്നു. മുമ്പ് എപ്പോഴോ പളനിക്ക് വന്നിട്ടുണ്ട്, പക്ഷേ അത് നല്ല ഓർമ്മയില്ല. എങ്ങനെയായിരുന്നു പളനി, അമ്പലം എങ്ങനെയാണ്, അങ്ങോട്ടുള്ള വഴി, കാര്യങ്ങളൊന്നും ഒരു ഓർമ്മയില്ല. അതിനുശേഷം ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു പളനി യാത്ര. അവളും അങ്ങനെ തന്നെ ചെറുതിലെ എപ്പോഴോ വന്നിട്ടുണ്ട്, പക്ഷേ ഒരു ഓർമ്മയൊന്നുമില്ല എങ്ങനെയായിരുന്നു പളനി, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ. ഇവിടെ നമുക്ക് യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കിയപ്പോൾ ഒരു ദണ്ഡപാണി നിലയമുണ്ട്, അവിടെ സ്റ്റേ എടുക്കാമെന്നൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓഫ് ഡേയിലാണ് ഇറങ്ങിയത്. അതാകുമ്പോൾ വലിയ തിരക്കുമില്ലല്ലോ. അങ്ങനെ നമ്മൾ ദണ്ഡപാണി നിലയെത്തി. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. നമ്മൾ നേരിട്ട് വന്ന് വേണം ബുക്ക് ചെയ്യാൻ. അപ്പോൾ അവിടെ റൂം അവൈലബിൾ ആണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. നമ്മുടെ ഭാഗ്യത്തിന് അവിടെ റൂം അവൈലബിൾ അല്ലായിരുന്നു. അവിടെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ റൂം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പുറത്ത് റൂം നോക്കി. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് ഉടനെ അടുത്ത സ്ഥലത്തേക്ക് പോകാമല്ലോ. അങ്ങനെ നമ്മൾ പുറത്ത് റൂം എടുത്തു. അമ്പലത്തിനടുത്ത് തന്നെയാണ് എടുത്തത്. അവിടെ നിയർ ബൈ ഒത്തിരി റൂംസ് അവൈലബിൾ ആണ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി പിന്നെ തലമൊട്ടയടിക്കുക, അതിന് ശേഷം ഫ്രഷ് ആയിട്ട് വീണ്ടും ദർശനത്തിന് പോവുക. അങ്ങനെ നമ്മളൊരു ഓട്ടോ വിളിച്ചു. എപ്പോൾ വിളിച്ചാലും ഓട്ടോ കിട്ടും, പക്ഷേ മിനിമം ഒരു 100 രൂപ മേടിക്കും. അത് 100 മീറ്റർ ആണെങ്കിലും 1 കിലോമീറ്റർ ആണെങ്കിലും മിനിമം 100 അവർ മേടിച്ചിരിക്കും. ഇതാണ് സൗജന്യ മുടിവെട്ട് കേന്ദ്രം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് കൂപ്പൺ കിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടാകും മുടി വെട്ടാനും വെട്ടിക്കാനും. അവൻ ആദ്യമൊക്കെ നല്ലപോലെ ഇരുന്നു, പിന്നെ കുറച്ച് കരഞ്ഞു. അവർക്ക് നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ട, ഒരു ദക്ഷിണ പോലെ നമ്മൾ ലാസ്റ്റ് മുടി വെട്ടി കഴിയുമ്പോൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫുഡ് അടിച്ചു, വീണ്ടും റൂമിൽ വന്ന് ഫ്രഷായി വീണ്ടും പളനിയിലേക്ക് പോയി. അവിടെയുള്ള ഒരു ഫെസിലിറ്റിയാണിത്, ഫ്രീ ബസ് സർവീസ്. എപ്പോഴും ഇത് വന്നുകൊണ്ടേയിരിക്കും, ഫ്രീ ആണ്. നമുക്ക് ഏത് സ്പോട്ടിലാണോ ഇറങ്ങേണ്ടത് അവരവിടെ കൊണ്ടുവിടും. ഇവിടെ നമുക്ക് ദർശനം നടത്താൻ പളനി മലയിലേക്ക് കയറാൻ വേണ്ടി 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നമുക്ക് നടന്ന് കയറാം, പിന്നെ ഒന്ന് വിഞ്ച് ട്രെയിൻ, പിന്നെ ഒന്ന് റോപ്പ് കാറ്. നമ്മൾ വിഞ്ച് ട്രെയിനാണ് യൂസ് ചെയ്തത്. എല്ലാത്തിനും വേറെ വേറെ ടിക്കറ്റ് നിരക്കുകളാണ്. ഇവിടെ വന്നെത്തുമ്പോൾ ഒരുപാട് ഏജൻറ്റുമാർ വരും, ഫ്രീ ദർശനമുണ്ട്, പെട്ടെന്ന് മേളിലെത്തിക്കാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അതിലൊന്നും വീടരുത്, അതൊക്കെ വെറുതെയാണ്. നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു. മേളിൽ നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പഴനി അമ്പലത്തിനുള്ളിലെ ഫൂട്ടേജോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ പാർക്കിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വന്നപ്പോഴും സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ആരും നമുക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് തന്നില്ല. ഇവിടെ പല സ്ഥലങ്ങളിലും ഫ്രീ പാർക്കിംഗ് ഉണ്ട്. അതിൽ ഞങ്ങൾ കണ്ടൊരു സ്ഥലമാണിത്. പളനി വന്നു കഴിഞ്ഞാൽ ഈ ടെമ്പിൾ വ്യൂ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ലൊക്കേഷൻ ഇട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിയർ ബൈ പേ ആൻഡ് പാർക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഏകദേശം ഒരു 6-6:30യോടുകൂടി നമ്മുടെ പളനി ദർശനം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.